മാന്യ പ്രേക്ഷകർക്ക് ഒയാസിസ് മീഡിയയുടെ ഈ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യാൻ പോകുന്ന വിഷയം ബൈബിൾ സംബന്ധമായ ഉപദേശങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ഈ കാലഘട്ടത്തില് ഒരുപാട് വിപരീത ഉപദേശങ്ങളുടെ പ്രചാരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ പ്രതികരിക്കേണ്ടത് സഭയുടെ ഉത്തരവാദിത്തമാണ്. ആരാണ് ഉപദേശ സംബന്ധമായ പ്രശ്നങ്ങളെ ഏറ്റെടുക്കേണ്ടത്? അതിന് ശരിയായ ദിശാബോധം നൽകേണ്ടത് ആരാണ്? വേദപുസ്തകാടിസ്ഥാനത്തിൽ നോക്കിയാൽ നിരന്തരം ഉപദേശം കൈകാര്യം ചെയ്യുന്ന ആളുകളായിരിക്കണം. അത് നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ ഉപദേശിമാരാണ്. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, അതിനോട് പ്രതികരിക്കേണ്ട ഉപദേശിമാരായ നമ്മൾ പലരും ഇത്തരം സന്ദർഭങ്ങളിൽ നിരുത്തരവാദപരമായ സമീപനമാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ വളരെ ജനകീയമായിക്കൊണ്ടിരിക്കുന്ന ബൈബിൾ വിരുദ്ധ ഉപദേശങ്ങൾക്ക് സുവ്യക്തമായ ബൈബിൾ ധാരണയിൽ മറുപടി നൽകുകയാണ് ഈ പരിപാടിയിലൂടെ ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ ഈ പങ്ക്തിയിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഉപദേശിമാരുടെ ഉത്തരവാദിത്വമാണ്. ദൈവത്തിന്റെ വിശുദ്ധ വചനം നമ്മൾ പരിശോധിക്കുമ്പോൾ ഉപദേശം പറയുന്ന അഥവാ സഭയുടെ അധ്യക്ഷന്മാരായിട്ടുള്ള ശുശ്രൂഷകരെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് ബൈബിളിൽ വളരെ ശക്തമായി എഴുതപ്പെട്ട 3 പുസ്തകങ്ങൾ, അത് 1, 2 തിമോഥെയോസ്, തീത്തോസ് എന്നീ ഗ്രന്ഥങ്ങളാണ്. ആ പുസ്തകങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഒരു ഉപദേശകനിൽ അത്യാവശ്യമായിട്ട് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളെ സംബന്ധിച്ച് വളരെ വിശദമായ പഠനങ്ങൾ ഉണ്ട്. 1, 2 തിമോഥെയോസ്, തീത്തോസ് ഈ ഗ്രന്ഥങ്ങൾ പഠനവിധേയമാക്കുമ്പോൾ ജീവിതത്തിൽ പാലിച്ചിരിക്കേണ്ട നിഷ്ഠകൾ, ഉപദേശത്തോട് കാണിക്കേണ്ട ആത്മാർത്ഥത, ഇതെല്ലാം വളരെ ഗൗരവമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ എണ്ണിയെടുത്താൽ ഏതാണ്ട് 25ഓളം അനുപേക്ഷണീയമായ ഗുണങ്ങൾ ശുശ്രൂഷകരിൽ, നേതാക്കന്മാരിൽ ഉണ്ടായിരിക്കണം എന്ന് പൗലോസ് ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. അതിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന പ്രധാനപ്പെട്ട ചിന്താവിഷയം ഒരു അധ്യക്ഷൻ ഉപദേശിപ്പാൻ സമർത്ഥനായിരിക്കണം എന്നതാണ്. എന്താണ് ഉപദേശിക്കാൻ സമർത്ഥൻ എന്ന വാക്കുകൊണ്ട് പൗലോസ് അർത്ഥമാക്കുന്നത്? ഉപദേശിക്കാൻ സമർത്ഥൻ എന്ന് പറഞ്ഞാൽ ആ ആൾ ഒരു ഇലക്വന്റ് ഒറേറ്റർ ആകണം എന്നില്ല, ഒരു അതിസാമർഥ്യമുള്ള ലെക്ചറർ ആകണമെന്നില്ല, ഒരു ഗിഫ്റ്റഡ് ടീച്ചറും ആകണമെന്നില്ല. പക്ഷേ അയാൾ വചനം അറിഞ്ഞിരിക്കണം. അപ്പൊ വചനം അറിയുന്നതിന്
ചെയ്യേണ്ട ഏറ്റവും ലളിതമായ കാര്യം എന്താണ്? ഒന്ന്, ഒരു അധ്യക്ഷൻ ദിനം തോറും ബൈബിൾ പാരായണം ചെയ്യുന്ന ആളായിരിക്കണം. രണ്ട്, അദ്ദേഹം ക്രമമായി വായിക്കാൻ ശ്രമിക്കണം. മൂന്ന്, അദ്ദേഹം ധ്യാനാത്മകമായി ബൈബിളിനെ സമീപിക്കണം. നാലാമത്, അദ്ദേഹം പഠനാർഹമായി ബൈബിളിനെ കൈകാര്യം ചെയ്യണം. അപ്പോൾ സമർത്ഥനായ ഒരു ഉപദേശകനാകാൻ, ഒരു ഉജ്ജ്വലനായ വാഗ്മിയോ, ഒരു ലെക്ചററോ, ഒരു ഗിഫ്റ്റഡ് ടീച്ചറോ ഒന്നും ആകണമെന്നില്ല. പക്ഷേ ബൈബിൾ നിശ്ചയമായും അറിഞ്ഞിരിക്കണം. ആ അറിയുന്നതിനുള്ള ആദ്യ പാഠം എന്നത് വായനയാണ്. ബൈബിൾ തന്നെ വായിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന പുസ്തകമാണ്. വായിക്കാൻ ആഹ്വാനം ചെയ്യുന്ന പുസ്തകമാണ്. പക്ഷെ നമ്മൾ ആ ആഹ്വാനത്തോട് എത്ര നീതി പുലർത്തുന്നു എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും ബൈബിൾ വായന ഒരു ചടങ്ങായി മാറിപ്പോകുന്നുവോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ വേദികളിൽ നമ്മയൊക്കെ പണ്ഡിതനെന്നും ചിന്തകനെന്നും ഒക്കെ വിശേഷിപ്പിക്കുമ്പോൾ നമ്മളൊക്കെ പലപ്പോഴും അത് ആസ്വദിക്കുകയാണ്. പക്ഷേ എനിക്ക് പലപ്പോഴും ലജ്ജയാണ് തോന്നിയിട്ടുള്ളത്. വാഗ്മി എന്ന് പറയേണ്ട വേദിയിൽ അദ്ദേഹം വലിയ വാഗ്മീകിയാണ് എന്ന് പറഞ്ഞത് കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് വാഗ്മിത്വം? മിതം ച സാരം ച വാചോഹി വാഗ്മിത എന്നാണ് പറയപ്പെടുന്നത്. മിതമായിരിക്കണം, സാരവത്തായിരിക്കണം. നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, മിതമായിട്ടോ സാരവത്തായിട്ടാണോ നമ്മുടെ സംസാരം? അങ്ങനെ സംസാരിക്കാനുള്ള പാണ്ഡിത്യം നമുക്കുണ്ടോ? സാമാന്യവൽക്കരിച്ച് പറയുകയാണ് എന്നോർക്കരുത്. നമ്മൾ ആ വിശേഷണങ്ങൾക്കൊന്നും അർഹരല്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം വിശുദ്ധ ബൈബിൾ പാരായണത്തിൽ നമ്മൾ വളരെ പിന്നിലാണ് എന്നതാണ്. ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, ജീവിതത്തിൽ ഒരു ഘട്ടമെങ്കിലും ബൈബിൾ ആരംഭം മുതൽ അവസാനം വരെ തുടർച്ചയായിട്ട് വായിച്ചു തീർത്തിട്ടുള്ള എത്ര അധ്യക്ഷന്മാരുണ്ട്? ആ ചോദ്യത്തിന് നമ്മുടെ മനസാക്ഷിയിൽ തൊട്ട് ഉത്തരം പറഞ്ഞാൽ മതി. അതുകൊണ്ട് ഉപദേശിപ്പാൻ സമർത്ഥനായിരിക്കണം എന്ന പൗലോസിന്റെ ആഹ്വാനം നമ്മൾ ഗൗരവമായി എടുക്കേണ്ട കാലമാണ്. കാരണം അബദ്ധ ഉപദേശങ്ങൾ, വിപരീത ഉപദേശങ്ങൾ, ബൈബിൾ വിരുദ്ധമായ ഒരുപാട് പ്രചാരണങ്ങൾ സഭയിലേക്ക് കടന്നു കയറുമ്പോൾ അധ്യക്ഷന്മാർ ഇത്രയും നിരുത്തരവാദപരമായി ഇടപെടാൻ പാടില്ല. അതുകൊണ്ട് വായനയെ നമുക്ക് ഗൗരവമായി സമീപിക്കേണ്ടതുണ്ട്. വായിക്കുമ്പോൾ വായിക്കേണ്ടതിന് വേണ്ടി, വായിച്ചു എന്ന് വരുത്തി തീർക്കേണ്ടതിന് വേണ്ടി നമ്മൾ വായിക്കുന്നത് ദൈവത്തോടും ദൈവവചനത്തോടും ചെയ്യുന്ന അക്ഷന്തവ്യമായ അപരാധമാണ് എന്നോർക്കണം. ഒരു അധ്യക്ഷൻ കാര്യങ്ങളെ ഗൗരവമായി അറിയാനും വിലയിരുത്താനും അദ്ദേഹം നയിക്കുന്ന സമൂഹത്തോട്
അതിസമൃദ്ധമായി സംവദിക്കാനും കഴിയുന്ന തരത്തിൽ വായനയിലൂടെ വിജ്ഞാനം നേടേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് സമർത്ഥനായ ഒരു ഉപദേശകനായിട്ട് മാറാൻ കഴിയുള്ളൂ. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, നമ്മൾ അതിൽ പറഞ്ഞിരിക്കുന്ന സദാചാരപരമായ എല്ലാ ഗുണങ്ങളെയും പാലിക്കാൻ അതീവ തൽപരരാണ്. പക്ഷേ അധ്യക്ഷൻ ഉപദേശിപ്പാൻ സമർത്ഥനായിരിക്കണം എന്ന ആഹ്വാനം പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ദുരുപദേശത്തിന്റെ വലിയ കടന്നുകയറ്റം ഉണ്ടാകുമ്പോൾ നമുക്കതിനെ സമർത്ഥമായി ചെറുക്കാൻ കഴിയാതെ സഭ അതിനു മുമ്പിൽ സ്തബ്ധരായി നിന്ന് പോകുന്നത്. ഈ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കാൻ വളരെ ഗൗരവമായി വായനയെ കാണണം എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. പണ്ഡിതൻ, ചിന്തകൻ എന്നൊക്കെ വിശേഷണത്തിൽ അഭിരമിക്കുന്ന നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം, ഇതര മതസ്ഥരുടെ ഇടയിൽ നിന്നുള്ള പണ്ഡിതന്മാരുടെ അയലത്തെങ്കിലും ചെന്ന് നിൽക്കാനുള്ള യോഗ്യത ഇന്നത്തെ ബൈബിൾ പണ്ഡിതർ എന്ന് അഭിമാനിക്കുന്ന നമുക്കുണ്ടോ എന്ന് ആലോചിക്കണം. ഇതര മതസ്ഥരെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവരുടെ മതഗ്രന്ഥങ്ങളുടെ ആ വലിപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഹൈന്ദവന്റെയും ഇസ്ലാമിന്റെയും ഒക്കെ മതഗ്രന്ഥങ്ങളും അതിന്റെ വിശാലതയും ഒക്കെ പരിശോധിക്കുമ്പോൾ ഞാൻ ആലോചിച്ച് നോക്കാറുണ്ട്. 27 പുസ്തകങ്ങൾ ആണ് പുതിയ നിയമ ഉപദേശം എന്നത് നമുക്കറിയാം. ക്രൈസ്തവ സഭയ്ക്ക് അതിന് നേതൃത്വം കൊടുക്കുന്നവർക്ക് 27 പുസ്തകങ്ങൾ, അതിന്റെ വലിപ്പം നമുക്കറിയാമല്ലോ. 25 വർഷം വളരെ മാന്യമായി ആത്മാർത്ഥമായി ചെയ്യുന്ന ജോലിയോട് നീതി പുലർത്തി നമ്മൾ ഈ ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ 27 പുസ്തകങ്ങളും മനഃപ്പാഠമാക്കാൻ കഴിയും. പക്ഷേ ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, നമുക്ക് ബൈബിളിലെ എത്ര വാക്യങ്ങൾ, ബൈബിളിലെ എന്ന് ഞാൻ പറയുന്നില്ല, ബൈബിളിലെ പുതിയ നിയമസഭയ്ക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ആ 27 പുസ്തകങ്ങളിലെ എത്ര ബൈബിൾ വാക്യങ്ങൾ അതിൻ്റെ തെറ്റുകൂടാതെ ഉച്ചരിക്കാൻ നമുക്ക് സാധിക്കും. കേവലം ഒരു പേപ്പറിൽ മാത്രം ഒതുങ്ങുന്ന ഗ്രന്ഥങ്ങളും ഇതിനകത്തുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം. ഇതിനെയെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ബൈബിൾ വിരുദ്ധമായ, പുതിയ നിയമസഭയ്ക്ക് വിരുദ്ധമായ വലിയ ഉപദേശത്തിന്റെ കൊടുങ്കാറ്റുകൾ ഇവിടെ ആഞ്ഞു വീശുന്നത്. അപ്പോൾ നമ്മൾ ആ ദുരുപദേശങ്ങൾക്കെതിരെ പ്രതികരിക്കാനാകാതെ ഇരുട്ടിൽ തപ്പുന്നതിന്റെ കാരണം നമ്മൾക്ക് ഈ 27 പുസ്തകം പോലും മനസ്സിരുത്തി വായിക്കാനോ പഠിക്കാനോ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ വെല്ലുവിളിയെ ഏറ്റെടുക്കണം. മനഃപൂർവമായി ഓരോ ദിവസവും വചനം പഠിക്കാനും ധ്യാനിക്കാനും നമുക്ക് കഴിയണം. പുതിയ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് ബൈബിൾ എന്ത് പറയുന്നു എന്ന് നമ്മൾ ആലോചിക്കണം. യേശുക്രിസ്തുവിന്റെ നിലപാടെന്താണ്? അപ്പോസ്തലന്മാരുടെ നിലപാടെന്താണ്? അത് നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഇതൊന്നും ആലോചിക്കാതെ കേവലം
ഉപദേഷ്ടാവിന്റെ കുപ്പായവും അണിഞ്ഞ് വിജ്ഞാന സമുദ്രമായ ഈ സമൂഹത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ കാര്യം കഷ്ടമാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് എന്റെ വിനീതമായ അഭ്യർത്ഥന, പണ്ഡിതനെന്നും ചിന്തകനെന്നും ഒന്നും നമ്മളെ വിശേഷിപ്പിക്കാനായിട്ടില്ല എന്ന് തന്നെയാണ്. നമ്മൾ ഇനിയും നമ്മുടെ കയ്യിലുള്ള ഈ 27 പുസ്തകം അതിനിയും നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് പഠിച്ചാൽ സഭയ്ക്ക് നേരെ വരുന്ന സകല ദുരുപദേശങ്ങൾക്കും മറുപടി അതിലുണ്ട്. അതുകൊണ്ട് ശുശ്രൂഷകർ, അധ്യക്ഷന്മാർ അവരുടെ യോഗ്യതകൾ പാലിച്ച് മുമ്പോട്ട് ജീവിക്കാൻ നന്നേ പരിശ്രമിക്കുമ്പോൾ നമ്മൾ അവഗണിച്ചു പോകരുത്. പൗലോസിനെ പോലെയുള്ള ആളുകൾ പറയുകയാണ്, അധ്യക്ഷൻ ഉപദേശിക്കാൻ സമർത്ഥനായിരിക്കണം. ഉപദേശിക്കാൻ സമർത്ഥനം ആയിരിക്കണമെങ്കിൽ ബൈബിൾ വായിക്കണം, ബൈബിൾ നന്നായി പഠിക്കണം. അതിന് സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ.